ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ലെറ്റർ വായിക്കുന്നത്. സോ ഹിയർ ഗോസ്. പാലുവിന് നിനക്ക് സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. നിന്റെ അലച്ചിലൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? നിന്റെ അമേരിക്കക്കാരെ പറ്റിക്കുന്ന പണി എങ്ങനെ പോകുന്നു? പുതിയ ബാച്ച് വന്നോ അമേരിക്കക്കാരാവാൻ? നിന്റെ അടുത്ത ഫ്ലാറ്റിലെ ആ ഗോവക്കാരന് എങ്ങനെയുണ്ടിപ്പോൾ? ഇഷായുടെ കാര്യം എന്തായി? നിനക്ക് വളരെ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അവൾ തിരിച്ചു വരുമോ അതോ ഡിവോഴ്സിൽ ഉറച്ചു നിൽക്കുമോ? ഓ, ഐ എം റിയലി സോറി. ദിസ് ഇസ് ടു പേഴ്സണൽ. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് യു വർ ഗെറ്റിംഗ് ഡിവോഴ്സ്ഡ്. No. ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. നമ്മൾ ഈ കാര്യമൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ആക്ച്വലി അമ്മയ്ക്കൊന്നും അറിയില്ല. ആൻഡ് ഐ എം നോട്ട് ഷിഫ്റ്റിംഗ് ഫ്രം ഹിയർ. ഐ എം ഗോയിങ് അവേ. അമ്മ പറയുന്നത് പോലെ അമേരിക്കക്കാരെ പറ്റിക്കുന്ന പണി നിർത്തി. ഐ ഹാവ് ഡിസൈഡഡ് ടു റിസൈൻ. ആഫ്റ്റർ ഓൾ I have not achieved anything from the city other than some forgettable memories. നാളെ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് ആരും അറിയാതെ മുങ്ങാനായിരുന്നു പരിപാടി. ഇപ്പൊ ഗാർഗിക്കെല്ലാം അറിയാം. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അതാണ് എനിക്കും അറിയാത്തത്. ഇഷയുടെ നിയമത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ ഇറീകൺസിലബിൾ ഡിഫറൻസസ്, ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത പൊരുത്തക്കേടുകൾ. ഓ, ഐ ഡിഡ്ന്റ് ഈവൻ നോ ദാറ്റ് യു വർ മാരീഡ്. അന്ന് കണ്ടപ്പോൾ ബാലു എന്താ കല്യാണം കഴിക്കാത്തതെന്നും ചോദിക്കാൻ തോന്നിയതാ. പിന്നെ വേണ്ടാന്ന് വെച്ചു. 1 വർഷമായി ഞങ്ങൾ സെപ്പറേറ്റ് ആയാണ് താമസിക്കുന്നത്. എന്തിനാന്നറിയില്ല. മേ ബി ബിക്കോസ് ഐ എം എ ഫെയിലിയർ. പിന്നെ കള്ളു കുടിച്ചും വെഞ്ചൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് വരാതിരിക്കാൻ ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സ് ഒക്കെയായി 1 വർഷം തള്ളി നീക്കി. പിന്നെ തോന്നി ഇഷ്ടമില്ലാത്ത ഒരാൾ എന്തിനാ നിർബന്ധിക്കുന്നതെന്ന്. യുദ്ധം തോറ്റൊരു സോൾജറിൻ്റെ മനസ്സാണ് എനിക്കിപ്പോൾ. അപമാനം മാത്രം. ഇതൊക്കെ കാണുമ്പോൾ ഈ ഫ്ലാറ്റ് ഒരു യുദ്ധക്കളം പോലെ ഇല്ലേ? യുദ്ധഭൂമി അല്ലാത്ത ഒരിടം ഉണ്ടെങ്കിലോ? വുഡ് യു സ്റ്റേ ബാക്ക്? സ്നേഹം എന്ന ഫീലിംഗ് മനുഷ്യർക്കില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ശ്വാസം മുട്ടില്ലായിരുന്നു, അല്ലേ?